ഹലോ, എല്ലാവർക്കും പ്രൈമാവിസ്റ്റ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന ഡിഗ്രി എക്സാമിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും കിടക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യമാണ്, വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, രാമൻ അമ്പിയാണ് ശരിയായ ഉത്തരമായി വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, അയ്യങ്കാളിയാണ്. മൂന്നാമത്തെ ചോദ്യം, കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം എപ്പോഴാണ്? മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആണ്, 1991. ഓക്കെ. നാലാമത്തെ ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധക്കുറ്റവാളികളെ എവിടെ വരെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ്, നൂറംബർഗാണ് ശരിയായ ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, 18-ാം നൂറ്റാണ്ടിലെ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടങ്ങളിലും ചങ്ങലകളിലാണ്. ആരാണ് പറഞ്ഞത്? റൂസോയാണ്. ഓപ്ഷൻ എ റൂസോയാണ്. ആറാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്, പോർച്ചുഗീസാണ്. ഭാഷ നമുക്കറിയാമല്ലോ, ഫ്രസ്കയാണ്. ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, പിന്നെ ചൈനീസ്, അറബിക്, ഫ്രസ്ക. ഓക്കെ, അപ്പോൾ അതിലില്ലാത്തത് പോർച്ചുഗീസാണ്. ഓക്കെ. അടുത്ത ഏഴാമത്തെ ചോദ്യം, 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാമത് സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ 3-ൽ ഒന്നല്ല? ഏതാണ്? ഓപ്ഷൻ സി ആണ്, നാഗാലാൻഡാണ് അല്ലാത്തത്. എട്ടാമത്തെ ചോദ്യം, വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ആണ്, സുഭാഷ് ചന്ദ്രബോസാണ് ശരിയായ ഉത്തരം. ഒൻപതാമത്തെ ചോദ്യം, 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ്, ഹരിജൻ യാത്ര പര്യടനം. പത്താമത്തെ ചോദ്യം, അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏത്? നിർമ്മിക്കാത്ത കോട്ടയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ പുരാണ കിലയാണ്. ഓക്കെ. 11ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത്? തെറ്റായി പൊരുത്തപ്പെട്ടതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്, മണൽക്കല്ല്, സിസ്റ്റം എന്നുള്ളത് തെറ്റായി പൊരുത്തപ്പെട്ടവയാണ്. ഓക്കെ, ബാക്കിയെല്ലാം ശരിയാണ്. 12ാമത്തെ ചോദ്യം, സർവേ ഓഫ് ഇന്ത്യ SOI ടോപ്പോഗ്രഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത്? ഏത് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത്? 12ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ആണ്, പോളിക്കോണിക് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. 13ാമത്തെ ചോദ്യം, 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിൽ ഭൂകമ്പം വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? ഓപ്ഷൻ ഡി ആണ്, ജപ്പാനാണ്. 14ാമത്തെ ചോദ്യം, ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? എവിടെ വരെയാണ്? ഓപ്ഷൻ സി ആണ്, കോഴിക്കോടാണ് ശരിയായ ഉത്തരം. 15ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഭൂതാപ നിലയം അല്ലാത്തത്? ഭൂതാപ നിലയം അല്ലാത്തതെന്നായിരിക്കും അവർ ചോദ്യം ഉദ്ദേശിക്കുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഇതിൽ ഭൂതാപ നിലയം അല്ലാത്തത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2, 3, 4 എന്നുള്ളതാണ്. താതാപാനി ജിയോ തെർമൽ പവർ സ്റ്റേഷനാണ്. ഓക്കെ. അടുത്ത 16ാമത്തെ ചോദ്യം, ഫാക്ടർ ചെലവിൽ GDP ഇതിന് തുല്യമാണ്. ഏതിന് തുല്യമാണ്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം, വിപണി വിലയിലെ GDP മൈനസ് അറ്റപരോക്ഷ നികുതികൾ. അതാണ് ശരിയായ ഉത്തരം. 17ാമത്തെ ചോദ്യം, സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഓപ്ഷൻ ബി ആണ്, 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഓക്കെ. 18ാമത്തെ ചോദ്യം,
എല്ലാ അസംഘടിത തൊഴിലാളികളും കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഇ ശ്രം പോർട്ടൽ ആരംഭിച്ചത്? ഏത് പോർട്ടലാണ്? ഏത് വകുപ്പാണ്? ഓപ്ഷൻ ഡി ആണ്, ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയമാണ് ശരിയായ ഉത്തരം. 19ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. ഏതാണ്? ഇതിന് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം 1ഉം 3ഉമാണ്. ഓക്കെ, ഇത് മാർജിൻ, സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റും പിന്നെ നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോയുമാണ്. അപ്പോൾ ഇത് ചെറിയ ഡൗട്ടുള്ള ചോദ്യങ്ങളാണ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളിൽ, എക്കണോമിക്സ് ചോദ്യങ്ങളിൽ ചെറിയ ഡൗട്ടുള്ള ചോദ്യങ്ങളുണ്ട്. പക്ഷേ ഇതായിരിക്കും ഉത്തരമായി വരാൻ പോകുന്നത്. അതിൽ നമ്മൾ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുന്നതായിരിക്കും. അപ്പം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്തെങ്കിലും ചോദ്യത്തിൽ മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത 20ാമത്തെ ചോദ്യമാണ്. 20ാമത്തെ ചോദ്യം, ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? എന്താണ് ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ്, കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികൾ. 21ാമത്തെ ചോദ്യം, ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനങ്ങൾക്കുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളും പ്രായപരിധിയിൽ 60 നിന്നും 50 കുറച്ച സംസ്ഥാനം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ എ ആണ്, ജാർഖണ്ഡാണ് ശരിയായ ഉത്തരം. ഓക്കെ, പ്രായപരിധി 60 നിന്നും 50 കുറച്ച സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഓക്കെ, അടുത്ത 22ാമത്തെ ചോദ്യം, ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അപ്പോൾ അതിൽ മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, 2 മാത്രമാണ് ശരിയാണ് ചോദിച്ചിരിക്കുന്നത്. 2 മാത്രമാണ് ശരി. അതായത് നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 എന്നുള്ളതാണ്. ഓക്കെ, 23ാമത്തെ ചോദ്യം, ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്നവയിൽ ഏതിന് വിധേയമാണ്? ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവ എല്ലാം എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത്. 24ാമത്തെ ചോദ്യം, പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദം അഥവാ അനുച്ഛേദങ്ങൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവ എല്ലാമാണ്. 25ാമത്തെ ചോദ്യം, ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യാനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ മുകളിൽ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 25ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2, 3 മാത്രം എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത 26ാമത്തെ ചോദ്യം, 106ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റം അഥവാ മാറ്റങ്ങൾ ഏതാണ്? ഏതാണ്? 26ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 1, 2 മാത്രം എന്നുള്ളതാണ്. OBC സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ, 27ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് സിവിൽ സർവീസിൻ്റെ പ്രവർത്തനമല്ലാത്തത്? ഈ ചോദ്യത്തിൽ ചെറിയൊരു ഡൗട്ടുള്ളതാണ്. അതായത് ചോദ്യം വ്യക്തമല്ല, ഇത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിനെ കൺവേർട്ട് ചെയ്തുകൊണ്ടുള്ള പ്രശ്നമായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഉത്തരമായി തോന്നുന്ന ഓപ്ഷൻ ബി ആണ്, നിയുക്ത നിയമനിർമ്മാണമാണ് വരാൻ സാധ്യത. കാര്യം നിയമനിർമ്മാണം പാർലമെൻറ്റിൻ്റെ കടമയാണല്ലോ. അപ്പം അത് വരാനാണ് സാധ്യത. ഓക്കെ, ഇതിൽ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്, ഗവൺമെൻറ്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ ഉള്ള പ്രശ്നമായിരിക്കും. എന്തായാലും നമ്മളിതൊന്ന് കൺഫേം ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നതായിരിക്കും. ഇതിൽ ചോദ്യങ്ങളിൽ മൊത്തത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് നോക്കുക. ഓക്കെ, അടുത്ത 28ാമത്തെ ചോദ്യം, വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ള NEGPയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 1, 2 മാത്രം എന്നുള്ളതാണ്. ഓക്കെ, അതായത് പൊതുസേവനങ്ങളിലെ പൗരന്മാർക്ക് വീടിൻ്റെ അടുത്ത് എത്തിക്കുക, കാര്യക്ഷമവും സുതാര്യവുമായ ഉറപ്പാക്കുക. ഓക്കെ, 29ാമത്തെ ചോദ്യം, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവ എല്ലാമാണ്. അതായത് സാമൂഹിക വൽക്കരണത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും പ്രവർത്തനം, പിന്നെ സംയോജനത്തിൻ്റെ പ്രവർത്തനം, രാഷ്ട്രീയ അധികാരം പ്രയോഗത്തിൻ്റെയും പ്രവർത്തനം. ഓക്കെ, 30ാമത്തെ ചോദ്യം, COVID-19 പാൻഡമിക് സമയത്തെ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേര്
ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജനയാണ് ശരിയായ ഉത്തരം. ഓക്കെ, അടുത്ത 31 ചോദ്യമാണ്. കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? ഓപ്ഷൻ സി ആണ്, SL പുരം സദാനന്ദനാണ്. 32 ചോദ്യം. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിലെ ആമുഖം എഴുതിയതാര്? ഓപ്ഷൻ സി ആണ്, ലീലാവതിയാണ്. 33 ചോദ്യം. കുമാരനാശാൻ അന്തരിച്ച വർഷം എപ്പോഴാണ്? ഓപ്ഷൻ ബി ആണ്, 1924. 34 ചോദ്യം. കാഞ്ചനസീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ഓപ്ഷൻ എ ആണ്, ജി അരവിന്ദനാണ്. 35 ചോദ്യം. 2022 ഫിഫ ലോകകപ്പിൻ്റെ അർജന്റീനൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, ലയണൽ സ്കലോനിയാണ്. 36 ചോദ്യം. കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? തുഞ്ചൻ പറമ്പ് എവിടെയാണ്? ഓപ്ഷൻ ബി ആണ്, മലപ്പുറമാണ്. 37 ചോദ്യം. 2023 വിംബിൾഡൺ വിജയം നേടിയത് ആരാണ്? ഓപ്ഷൻ ബി ആണ്, കാർലോസ് അൽക്കാരസ് ആണ്. 38 ചോദ്യം. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏതാണ്? ഓപ്ഷൻ സി ആണ്, അഗ്നിസാക്ഷിയാണ്. 39 ചോദ്യം. ഓസ്കാർ നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? നമുക്കെല്ലാവർക്കും അറിയാം, ഓപ്ഷൻ എ റസൂൽ പൂക്കുട്ടിയാണ്. 40 ചോദ്യം. ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ തെണ്ടുൽക്കർ എത്ര റൺസ് നേടി? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം, 18,426 ആണ്. ഓക്കെ, 41 ചോദ്യം. അക്രമകാരികൾ ഒരു വെബ്സൈറ്റിൽ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറും ഉപയോക്തൃ നാമങ്ങൾ, പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതിക വിദ്യയാണെന്ത്? ഓപ്ഷൻ സി ആണ്, വെബ് ജാക്കിംഗ് ആണ്. ഓക്കെ, 42 ചോദ്യം. സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഡാഷ് എന്ന് പറയുന്നു. എന്താണ്? 42 ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്നാണ്. ഓക്കെ, 43 ചോദ്യം. ലാറി പേജും സെർജി ബ്രീനും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനിലൊന്ന് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഗൂഗിളാണ്. 44 ചോദ്യം. താഴെ പറയുന്നവ പൊരുത്തപ്പെടുത്തുക. ഏതാണ് ഇതിൻ്റെ ഉത്തരം എന്താ വരുന്നത്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. അത് 1 ഡി ആണ്, ഹബ്ബ് നിരവധി കമ്പ്യൂട്ടറുകളെ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്നുള്ളതാണ്. 2 എ ആണ്, അതായത് റൂട്ടർ വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നുള്ളത് റൂട്ടറാണ്. അടുത്ത 3 ബി ആണ്, അതായത് റിപ്പീറ്റർ നെറ്റ്വർക്കിലെ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലുകളെ വർദ്ധിപ്പിക്കുന്നുള്ളതാണ് റിപ്പീറ്ററിൻ്റെ ചുമതല. പിന്നെ ഗേറ്റ്വേയുടെ ചുമതല എന്താണ്? ഓപ്ഷൻ സി ആണ്, 2 വ്യത്യസ്ത നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഗേറ്റ്വേ. ഓക്കെ, ഇനി 45 ചോദ്യം. കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതായത് CPU, വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റകളും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെൻ്ററി മെമ്മറി സിസ്റ്റം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ക്യാഷ് മെമ്മറിയാണ്. ഓക്കെ, 46 ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹം അല്ലാത്തത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്, IXPE ആണ്. ഇത് നാസയുടെ ആണ്. ഓക്കെ, 47 ചോദ്യം. ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള കൺവെൻഷനുകളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അപ്പോൾ ഈ ചോദ്യത്തിൽ നമ്മളൊരു വ്യക്തമായിട്ടുള്ള ഉത്തരം പറയുന്നില്ല. ചോദ്യം അപൂർണമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ഉത്തരം പറയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കിട്ടാനാണ് നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, 48 ചോദ്യം. സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ച് പോയിൻ്റ് L1ൻ്റെ ദൂരം എത്രയാണ്? 1.5 മില്യൺ കിലോമീറ്ററാണ്. മില്യൺ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ദശലക്ഷം കിലോമീറ്ററാണ്. ഭൂമിയിൽ നിന്നും 1.5 ദശലക്ഷം കിലോമീറ്ററാണ്. ഓക്കെ, 49 ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ആരോഗ്യ യോജന. ഓക്കെ, അടുത്ത 50 ചോദ്യമാണ്. താഴെ പറയുന്ന
പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ ഇന്ത്യയിൽ വൈദ്യുതോൽപാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. സൗരോർജ്ജം, കാറ്റ്, ബയോമാസ് എന്ന ക്രമമാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കണക്കിന് ഇപ്പം ഇതിനകത്ത് 50 ചോദ്യമുണ്ട്. PSCയുടെ ഒഫീഷ്യൽ ആൻസർ കീ വന്നിട്ടില്ല. അപ്പോൾ നമ്മളിത് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെന്ന് 2-3 പേരുമായിട്ട് ചർച്ച ചെയ്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നതായിരിക്കും. പിന്നെ നന്നായിട്ട് പഠിക്കുക. ഇനിയിപ്പോൾ വരാൻ പോകുന്ന പരീക്ഷകൾ നന്നായിട്ട് എഴുതുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.